ഇവിടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, ജോലി സാഹചര്യമില്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യം വിദേശത്താണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നു. താങ്കൾ ആ റെസ്റ്റോറന്റ് യു കെയിൽ തുടങ്ങിയോ? റെസ്റ്റോറന്റ് യു കെയിൽ കഴിഞ്ഞ് 10 അത് ആദ്യം ഇവിടെ തുടങ്ങിയത്? കൊച്ചി തുടങ്ങി യു കെ തുടങ്ങിയോ? ഫസ്റ്റ് യു കെയിലായിരുന്നു. 10 വർഷമായിട്ട് യു കെയിൽ റെസ്റ്റോറന്റ്. റോസ് ആൻഡ് മാംഗോ റെസ്റ്റോറന്റ്. അതെ. അവിടെ റോസും മാംഗോ ആണോ കൊടുക്കുന്നത്? പേര് വരാൻ കാര്യം? അത് പേര് വരാൻ കാരണം യൂഷ്വലി യു കെയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും സ്പൈസസ് നെയിമാണ് ഇടുന്നത്. അപ്പം ഈ വെള്ളക്കാർക്ക് വൈറ്റ് പീപ്പിളിൽ ഇതൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബിഗിനേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു മെമ്മറബിൾ നെയിം എന്നുള്ള രീതിയിലാണ് റോസ് ആൻഡ് മാംഗോ എന്നൊരു പേരിലേക്ക്. ആ ആവേശത്തിലാണ് കൊച്ചി തുടങ്ങിയത്. അതെ. അപ്പൊ കൊച്ചി തുടങ്ങിയിട്ട് പിന്നെ യു കെയിൽ പോയോ? 2 സ്ഥലത്തും നടക്കുന്നു, ഭംഗിയായിട്ട് നടക്കുന്നു. 2 സ്ഥലത്തും റൺ ആവുന്നുണ്ട്. അപ്പൊ ഈ നാട് വിടാൻ തീരുമാനിച്ചിരിക്കുന്ന പല കാരണം കൊണ്ട് നാട് വിടും. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് പോകുന്നതാണല്ലോ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. അവസാനം നമ്മൾ കുറെ ആൾക്കാരെ ഇവിടെ കാണൂ എന്നുള്ള ഭയവും നമുക്കുണ്ട്. എന്താ തോന്നുന്നത് അവിടെ യു കെയിലൊക്കെ പോയി നിൽക്കുമ്പോൾ? യു കെയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇവിടെയും തൊഴിൽ സാധ്യതകളുണ്ട്. അത് തിരിച്ചറിയാതെ ഒരുപാട് സ്റ്റുഡൻസ് യു കെയിലേക്ക് വരുന്നുണ്ട്. അതായത് വമ്പൻ ലോണുകളും അതുപോലെ സ്ഥലമൊക്കെ വിറ്റിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇവിടുന്ന് മാറേണ്ട ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാണ്, കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാൽ രക്ഷപ്പെടാനുള്ള വഴികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആത്മവിശ്വാസമുണ്ട്. 100% ഉണ്ട്. അത് ഇന്ത്യയിലാണെങ്കിലും യു കെയിലാണെങ്കിലും എനിക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. അതില് 2 സ്ഥലം ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ കാര്യം? അല്ല, എന്റെ അഭിപ്രായം ഇതിനകത്ത്, ഞാൻ കേരളത്തിലും പഠിച്ചിട്ടുണ്ട്, കർണാടകയിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തില് പഠനം കഴിഞ്ഞ് ഞാൻ കർണാടകയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത്, അന്ന് കേരളത്തിലെ 4 സർക്കാർ ഗവൺമെന്റ് ലോ കോളേജുകളേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച ലോ കോളേജിൽ എനിക്ക് എൻട്രൻസിൽ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കസിൻസും എൻ്റെ ഫാമിലിയും ഒക്കെ അവിടെ ഉള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ ബാംഗ്ലൂർ പോയതാണ്. പക്ഷേ ഇവിടെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ വിദേശത്ത് പോയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജോലി അങ്ങനെ ഒന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.